വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ പേര് വിനോദ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരാണ് എൻ്റെ സ്വദേശം. ടാറ്റ സഫാരിയും ഹാരിയറും തമ്മിലുള്ള ചെറിയ രീതിയിലുള്ളൊരു കമ്പാരിസണാണ്. കാരണം വേറൊന്നല്ല, കണ്ണൂർ KVR വെച്ചിട്ട് KVR ടാറ്റ സർവീസ് സെൻ്ററാണ്. അവിടെ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയിട്ടുള്ള സഫാരി ഞാൻ ഉപയോഗിക്കുന്നതാണ്. അവിടുത്തെ സീനിയർ ടെക്നീഷ്യൻ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ അവിടെ തന്നെ സർവീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടിയിട്ടുള്ള ഹാരിയറും ഈ പറയുന്ന ഇപ്പം ഈ കാണുന്ന വാഹനമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ്. ഇതിൽ സഫാരി 1,07,500 കിലോമീറ്ററും അതോടൊപ്പം തന്നെ ഹാരിയർ 1,71,000 കിലോമീറ്ററുമായി. സഫാരി XT പ്ലസ് 2021 മോഡൽ, അതായത് 5 വർഷത്തെ പഴക്കമുള്ള വണ്ടിയാണ്. ഹാരിയർ ZX ആണ്, 7 വർഷത്തെ പഴക്കമുള്ള വണ്ടി, 7 വർഷം തികയാൻ പോകുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹാരിയർ എൻ്റെ കയ്യിലുണ്ട്, യാദൃശ്യമായിട്ട് എൻ്റെ കയ്യിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അതും ഞാൻ ഓടിച്ച് നോക്കി. സഫാരി ഓടിച്ചിട്ടൊരു എക്സ്പീരിയൻസ് ശരിക്കും എന്താണ് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് ചെയ്യുന്നത്. വലിയ രീതിയിൽ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ളതല്ല, പക്ഷേ എൻ്റെ ഒരു ഓടിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരാണ് സ്വദേശം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 5 വർഷമായി ഞാൻ ടാറ്റ സഫാരി ഉപയോഗിക്കുന്നു. എനിക്ക് ഇതിൽ തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കുന്ന സമയത്ത് പറയുന്നതിന് മുമ്പ് നമുക്ക് എൻജിൻ്റെ ഭാഗം കൂടെ പറയേണ്ടതുണ്ട്. നല്ല സ്മൂത്ത് എൻജിനാണ് ഹാരിയറിനെ അപേക്ഷിച്ചിട്ട് സഫാരിക്കുള്ളത്. അത്ര വലിയ ശബ്ദമോ കാര്യങ്ങളൊന്നുമില്ല. റിഫൈൻഡ് എൻജിൻ ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിലേക്ക് സഫാരിൻ്റെ എൻജിൻ വരുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെങ്കിൽ സഫാരിനെ അപേക്ഷിച്ചിട്ട് ഹാരിയറിൻ്റെ സ്റ്റിയറിങ് നല്ല സ്മൂത്താണ്. സഫാരീൻ്റെ സ്റ്റിയറിങ് ഞാനിതിൽ ഫീഡ് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, അത് മാറ്റിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും സ്മൂത്തായത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഹാർഡുള്ള വണ്ടിയായിരുന്നു. അതുപോലെ തന്നെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തെല്ലാം, അതായത് സ്പോർട്സ് മോഡിലിട്ട് പെട്ടെന്നുള്ള ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇടതുവശത്തേക്ക് സ്റ്റിയറിങ്ങിനൊരു വലിവും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എല്ലാം നല്ല സ്മൂത്താണ്. ഇത് ഹാരിയറിന് അതിന് മുമ്പേ ഇറങ്ങിയ വണ്ടിയാണ്. അതായത് ഞാൻ പറഞ്ഞ 7 വർഷം 2019 മോഡൽ വണ്ടിയാണ്, യാതൊരു പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അതായത് ഹാരിയറിൻ്റെ ഇൻറ്റീരിയർ അതിൽ മ്യൂസിക്കൽ സിസ്റ്റം സഫാരിനെക്കാളിലും അപേക്ഷിച്ചിട്ട് നല്ല മ്യൂസിക്കൽ സിസ്റ്റമാണ് ഏതുള്ളത്, ഹാരിയറുള്ളത്. JBLൻ്റെ സിസ്റ്റമാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട് അതിലെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് പാട്ടെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ സഫാരിനെ അപേക്ഷിച്ചിട്ട് നല്ല രീതിയിലുള്ള ഇന്ത്യയിൽ 2 സെയിമാണെന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 സാധനങ്ങൾ ഉണ്ട് ഇതിൽ. അത് പറയുന്നതിന് മുമ്പ് വേറൊരു ഇതിലൊരു പോരായ്മ എന്ന് പറയുന്ന സമയത്ത് ഹാരിയറിൽ സഫാരിനെ അപേക്ഷിച്ചിട്ടാണ്. സഫാരിയിൽ നമുക്ക് ഇതിൻ്റെ കീയെല്ലാം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളിലുണ്ട്. പക്ഷേ ഹാരിയറിൽ അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല. അതോടൊപ്പം തന്നെ ഇൻറ്റീരിയറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം തോന്നുന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് കാണുന്നില്ല, ചാവിൻ്റെ സ്പെഷ്യലായിട്ട് സ്ഥലമൊന്നുമില്ല. ഇതിൻ്റെ ടോപ്പിൽ, അതായത് ലൈറ്റിൻ്റെ അടുത്ത്, അകത്തുള്ള ഇൻറ്റീരിയറിലുള്ള ലൈറ്റിൻ്റെ തൊട്ടടുത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അത്യാവശ്യം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സഫാരിയിൽ ഇതില്ല, അത് വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്, പക്ഷേ അവരത് കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും കൂളിംഗ് ഗ്ലാസ്സോ അതുപോലത്തെ ചെറിയ ചെറിയ പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഇതിന് കൊടുത്തിട്ടുള്ളത്, ഹാരിയറിന് കൊടുത്തിട്ടുള്ളത്. സഫാരിക്ക് അതില്ല. ഓക്കെ, അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇനിയിപ്പോൾ അടുത്ത സഫാരിയിലേക്ക് പോവാണ്. സഫാരീൻ്റെ ഉൾവശത്ത് ഇരുന്നിട്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഹാരിയറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സഫാരീൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞെങ്കിൽ അപാര സസ്പെൻഷനാണ്. അതായത് ഒരു ചെറിയ ഹമ്പെല്ലാം കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയൊരു കുഴി ചാടുന്ന സമയത്ത് സഫാരിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വലിയ രീതിയിൽ നമുക്ക് ഉണ്ടാവുന്നില്ല. അത് ടയർ സൈസിൻ്റെയും അതുപോലെ തന്നെ സസ്പെൻഷൻ്റെയും അപാര സസ്പെൻഷൻ എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്. പക്ഷേ ഹാരിയറിന് അങ്ങനെയല്ല. ഹാരിയറിന് പൊതുവേ ഹാരിയറിൻ്റെ സസ്പെൻഷൻ നല്ലതാണെങ്കിലും ഇതിൻ്റെ സഫാരിൻ്റെ അത്ര വരുന്നില്ല. റോഡിലുള്ള റിഫ്ലക്ടറിൻ്റെ മേലെ കയറുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ ഇത് നമുക്ക് ഉള്ളിലേക്ക് അറിയുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നല്ല രീതിയിലുള്ള സസ്പെൻഷൻ ആയതുകൊണ്ട് ഹാരിയറിനെക്കാട്ടിലും യാത്രാസുഖം ഒന്നും കൂടെ കൂടുതൽ സഫാരിക്ക് തന്നെയാണെന്നതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹാരിയറിന് ബ്ലൈൻഡ് സ്പോട്ട് ഭയങ്കര കൂടുതലാണ്. അത് നമുക്കറിയാം, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്ലാസ് മിറർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് വലിപ്പം കൂടിയതും ഒരു ആനച്ചെവീൻ്റെ ലുക്കുള്ള ഒരു രീതിയിലുള്ളതാണ് ഇത് ഹാരിയറിൻ്റെ മിറർ വരുന്നത്. അത് ഫിറ്റ് ചെയ്ത സ്ഥലവും സഫാരി ആയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഒന്നാമത്തെ ബ്ലൈൻഡ് സ്പോട്ട് കുറച്ച് കൂടുതലും ഗ്ലാസും കൂടെ വരുന്ന സമയത്ത് അത് നല്ല രീതിയിലൊരു മറയായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ സഫാരിക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഹാരിയറിൻ്റെ അത്ര രീതിയിലില്ല. ഇപ്പം ഇറങ്ങുന്ന ഹാരിയറിലും സഫാരിയിലെല്ലാം അതിൻ്റെ മീറ്റർ കൺസോളിൽ അതിനെപ്പറ്റി കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ അതിൻ്റെ വീഡിയോസെല്ലാം കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ഇതിൻ്റെ ഒരവസ്ഥ നിലവിൽ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പം അതോടൊപ്പം തന്നെ അടുത്തത് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടാമത്തെ റോയിലൊക്കെ നമ്മൾ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ, ഹാരിയർ എന്താണ്ട് 5 സീറ്റർ വാഹനമാണ്, സഫാരി 7 സീറ്റർ വാഹനമാണ്. അപ്പോൾ ഈ 7 സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ലോങ് യാത്ര എങ്ങനെയാണ് കുറച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തുണ്ട്, ഈ പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ഷീണമെല്ലാം വരുന്ന സമയത്ത് ഒന്ന് സഫാരിയിലെ സീറ്റാണെങ്കിൽ ഒന്ന് പുറകിലേക്ക് ചാരിയിടാൻ പറ്റും. അത് നല്ല രീതിയിൽ യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നടു ഒരേ രീതിയിൽ ഇരുന്നിട്ട് ക്ഷീണം പിടിക്കുന്ന ആൾക്കാർക്കെല്ലാം ആ സീറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഹാരിയറിൽ ആ ഒരു ഫെസിലിറ്റി ഇല്ല. സീറ്റ് എങ്ങനെയാണോ കമ്പനി സെറ്റ് ചെയ്ത് വന്നത് ആ ഒരു രീതിയിൽ തന്നെ ഫ്രണ്ടിലേക്ക് മാത്രമേ മടക്കാൻ പറ്റുള്ളൂ, ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പുറകിലേക്ക് ചാരിയിടാനുള്ള സിസ്റ്റം ഹാരിയറിൽ ഇല്ല, സഫാരിയിൽ അതുണ്ട്. അത് ഈ പറഞ്ഞ യാത്രയ്ക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന സംഭവം കൂടിയാണ്. ഓക്കെ, അപ്പം പിന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ എൻജിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരിയറിനെക്കാട്ടിലും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള എഞ്ചിനാണ് സഫാരീൻ്റെ. കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പിക്കപ്പെല്ലാം കൂടുതൽ സഫാരിക്ക് ഉള്ളതുപോലെ എനിക്ക് മനസ്സിലായി. അതുമാത്രമല്ല, റോഡ് പ്രസൻറ്റേഷൻ എടുത്തത് പറയുകയാണെന്നെങ്കിൽ ഈ 2 വാഹനത്തിനും അന്യായ റോഡ് പ്രസൻറ്റേഷനാണ്. ഹാരിയറിനെക്കാളും കുറച്ച് വലിപ്പവും, അതായത് ഹൈറ്റും കൊണ്ടും ലെങ്തും കൊണ്ടും വിട്ടും കൊണ്ടും എല്ലാം കുറച്ച് ഉള്ളത് സഫാരി തന്നെയാണ് ഹാരിയറിനെക്കാളിലും ഉള്ളത്. അപ്പോൾ എന്നിരുന്നാലും 2 വണ്ടിക്ക് നല്ല റോഡ് പ്രസൻറ്റേഷൻ ഉള്ള വണ്ടിയും കൂടിയാണ്. പിന്നെ എൻജിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്ന് തോന്നുന്നു. അതായത് വലിയ രീതിയിൽ ശബ്ദം കുറവുള്ള വണ്ടിയാണ് ഇത് സഫാരി. ഹാരിയറിനെ അപേക്ഷിച്ചിട്ട് ഹാരിയറിന് അത്യാവശ്യം ശബ്ദമുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ ഗ്ലാസിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്തും അതിൻ്റെ ഒരു മൂളിച്ചെല്ലാം വണ്ടിക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. പുറത്തുള്ള ഈ കാറ്റടിക്കുന്നതിൻ്റെ ഒച്ച. ഇത് സഫാരി ഒരു 120-130 കിലോമീറ്റർ സ്പീഡെല്ലാം പോകുന്ന സമയത്താണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഹാരിയർ ആണെങ്കിൽ ശരി സഫാരി ആണെങ്കിൽ ശരി, ഈ 2 വാഹനത്തിനും മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ഇത് അതായത് ഇതിൻ്റെ സർവീസ് ചെയ്ത ടെക്നീഷ്യൻ വിജേഷ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനിയും ഈ വണ്ടിയെല്ലാം ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സർവീസ് മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം അതുമാത്രമല്ല, സർവീസ് കോസ്റ്റും അത്ര വലിയ രീതിയിലുള്ള സർവീസ് കോസ്റ്റും വരുന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ, എൻ്റെ വണ്ടി ഞാൻ പറഞ്ഞു സഫാരി ഓടിയത് 1,75,000 കിലോമീറ്റർ ആണെന്നെങ്കിലും ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഫീലേ വണ്ടിക്കകത്തുള്ള ഈ ഭാഗങ്ങൾ കാണുന്ന സമയത്ത് ആൾക്ക് ബോധ്യപ്പെടുള്ളൂ. അതുപോലെ തന്നെ 1,71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹാരിയറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 70,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഫീല് നമുക്ക് തോന്നുള്ളൂ, വേറെയുള്ള ബാക്കിയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ എന്തുണ്ട് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെങ്കിൽ, വണ്ടിക്കകത്തേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അതായത് ഇത്രയും ദൂരം ഓടിയ വണ്ടീൻ്റെ ആ ഒരു ക്ഷീണമോ കാര്യങ്ങളോ വണ്ടിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ 2 വണ്ടിയും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ വീണ്ടും ടാറ്റ സഫാരിൻ്റെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സ്റ്റിയറിങ്ങിൻ്റെ ഹാർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിൽ ആ പ്രശ്നങ്ങളിലും പരിഹരിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അതുപോലെ തന്നെ മാനുവൽ വണ്ടീൻ്റെ ക്ലച്ചെല്ലാം നല്ല സ്മൂത്താണ് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടീൻ്റെ. അപ്പോൾ ഇതാണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടാറ്റ സഫാരിയും കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ഉപയോഗിച്ച ഈ പറയുന്ന ഹാരിയറും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, ഹാരിയർ BS4 ആണ്, സഫാരി BS6 ആണ്.
എന്തായാലും ഈ വീഡിയോ സഫാരിയോ അല്ലെങ്കിൽ ഹാരിയറോ ഏതെടുക്കണം എന്നുള്ള ആൾക്കാർക്ക്, കൺഫ്യൂഷൻ ഉള്ള ആൾക്ക് ഒരു പക്ഷേ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമസ്കാരം.